ജോൺസൺ കണ്ണട വ്യാപാരം, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 048842300079 9496347407. ചെറുതുരുത്തിയിൽ പിടിച്ചെടുത്ത പണം ചേലക്കര തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കള്ളപ്പണമാണെന്ന് മുൻ MLA അനിൽ അക്കര. പണത്തിന്റെ ഉടമയ്ക്ക് കരുവന്നൂർ കേസിലെ പ്രതികളായ കോലടി സതീഷുമായും അരവിന്ദാക്ഷനുമായും ബന്ധമുണ്ടെന്നും CPM നേതാവ് EP ജയരാജനുമായി അടുത്ത ബന്ധമുണ്ടെന്നും അനിൽ അക്കര ആരോപിച്ചു. ഷൊർണൂർ CPM നേതാവ് MR മുരളിയാണ് പണം കൈകാര്യം ചെയ്യുന്നതെന്നും അനിൽ പറഞ്ഞു. പെൻഷൻ വിതരണത്തിന്റെ മറവിൽ സഹകരണ സംഘം ജീവനക്കാരാണ് കോളനികളിൽ പണം വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളിലെ പ്രതികൾ എല്ലാവരും ജയിലിലാണെന്നും അനിൽ അക്കര പറഞ്ഞു. ഞാൻ വളരെ ഉത്തരവാദിത്വബോധത്തോടെ പറയുന്ന രാഷ്ട്രീയ ബോധനാണ്. ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ജയിലിലാണ്. ഏറ്റവും പ്രധാനമായ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്, ചികിത്സയ്ക്ക് വേണ്ടി പുറത്തിറങ്ങിയാണ്. ഇവിടെ നമ്മളിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലാണ്. വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഏറ്റവും ആദ്യം കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായുള്ള പത്രസമ്മേളനം തൃശ്ശൂർ DC ആഫീസിൽ സുഹൃത്തുക്കളിൽ വന്നെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ഉന്നയിച്ച ആദ്യത്തെ ആരോപണം ഈ അരവിന്ദാക്ഷനെതിരെയാണ്. അദ്ദേഹം ജയിലിലാണ്. ഇത് CPM ഫണ്ടാണെന്നും 5 കോടി രൂപയാണ് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നത് എന്നുമാണ് അനിൽ അക്കര ആരോപിക്കുന്നത്. തനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണ് താൻ ധൈര്യപൂർവ്വം പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് ഈ ജില്ലയ്ക്കകത്തും സംസ്ഥാനത്തിനകത്തും കേരളത്തിൽ നടക്കുന്ന 99% സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഇൻഫർമേഷൻ ലഭിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നടന്നിട്ടുള്ള ഹൈറിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഇഞ്ച് പോലും സത്യസന്ധമല്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിലേറെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തോളാം. അപ്പൊ ഞാൻ ഉന്നയിച്ചുള്ള ഒരു ആരോപണങ്ങൾ അസത്യമാണെന്ന് കേരള സമൂഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. ചെറുതുരുത്തി CIയുടെ സഹായത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമ പോരാട്ടം തുടരുമെന്നും അനിൽ അക്കര പറഞ്ഞു. ഇത് CPMന് വേണ്ടി കൊണ്ടുവന്ന പണമാണ്. ഇത് ചേലക്കരയിലെ അസംബ്ലി മണ്ഡലത്തിൽ കൊണ്ടുവന്ന പണമാണ്. ഈ പണം വിതരണം ചെയ്യുന്നതിൽ ചെറുതുരുത്തി CI ഉൾപ്പെടെ സഹായമുണ്ട്. ഞാൻ പറഞ്ഞത് എത്ര നേരത്തെ പറഞ്ഞു, ഞങ്ങൾ പരാതി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ഇനി സുഹൃത്തെ ഞങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ട് ജോസിലെ ഇത് നമുക്ക് നിങ്ങളൊന്ന് പോകരുത്. ഈ കേസിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് തന്നെ ഇതിന്റെ ഫോളോ അപ്പ് അല്ല തുടരും. അതിങ്ങനെ പെട്ടെന്ന് പത്രം അവസാനിക്കില്ല. കോൺഗ്രസ് നേതാവിന് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇപ്പം പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ടെ ഒരു കൗൺസിലറാണ് ഇയാളുടെ അടുത്തയാള്, അയാളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അന്വേഷണം അതിലേക്ക് നീണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അന്വേഷണത്തിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ ഇതിനെ തടുക്കുന്നത്. കരുവന്നൂർ കേസിനകത്ത് കോൺഗ്രസ് ഉണ്ടോ BJP ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ലൈഫ് മിഷൻ കേസിൽ കോൺഗ്രസ് ഉണ്ടോ BJP ഉണ്ടോ നോക്കിയിട്ടാണ് ഇറങ്ങിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ അതിലേക്ക് രാഷ്ട്രീയമില്ല. അതിന്റെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായ ആളാണ് ഞാൻ. അപ്പൊ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമില്ല. ഞാൻ ഇപ്പൊ ഈ പത്രത്തിൽ കോൺഗ്രസ് ഓഫീസ് ചെയ്തിട്ടാണ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ചെയ്തിട്ടാണ്. ഏറ്റവും ഉന്നതമായ ആളുകളുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഞാൻ നടത്തുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയിലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്പുറത്ത് പോയിക്കൂടെ? അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സ്വന്തം പാർട്ടിയുടേതാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമില്ല. ഇത് രാഷ്ട്രീയമായുള്ള ഒരു വിഷയമാണ്. പക്ഷെ ഇതിനകത്ത് ഭരണഘടനാപരമായും പ്രത്യേകിച്ച് ചേലക്കര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ട്. ഞാനത് നിയമപരമായി നേരിടും. ഞാനത് അവസാനം വരെ കണ്ടിട്ട് തീർക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് എല്ലാ കേസും അങ്ങനെയാണ്. BCB ന്യൂസ്, വടക്കാഞ്ചേരി.